എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂബെറി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ബ്ലൂബെറി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോബെറി പോലെ തന്നെ പഴക്കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷേ എപ്പോഴും ഈ പഴക്കടകളിൽ ഇത് അവൈലബിൾ ആയിരിക്കില്ല, ചില സമയങ്ങളിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഈ ബ്ലൂബെറി വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കൂ, എന്താ പറയുക, ഒരു രക്ഷയും ഇല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടെക്സ്ചർ ഇതാ നോക്കൂ, ക്രീമി ആയിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കളർ, ആ ഒരു പേർപ്പിൾ കളറും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാക്കി അവരുടെ മുമ്പിലോട്ട് ഒന്ന് കൊണ്ട് വെച്ച് കൊടുത്താൽ അവർ ഇതെന്താ സാധനം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ കഴിക്കുക. അത്രയ്ക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് പോവാം. ഞാൻ ഇന്നിവിടെ സേമിയ പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് ബ്ലൂബെറി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു കപ്പിൽ ഒരു ചെറിയ കപ്പ് ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം ശർക്കര. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലൂബെറി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് നെയ്യുടെ ആവശ്യമുണ്ട്. പിന്നെ 1 ലിറ്റർ പാലും. ഇത്രയാണ് നമുക്ക് ആ പായസം ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ചിട്ട് ആ 1 ലിറ്റർ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സേമിയ പായസത്തിൻ്റെ മിക്സാണ്. ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ വീടുകളിൽ സാധാരണ നമ്മൾ സേമിയ പായസം വയ്ക്കത്തില്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പായസം വെച്ചതിന് ശേഷവും നമുക്ക് ഈ ബ്ലൂബെറി സോസ് ഉപയോഗിച്ചിട്ട് ബ്ലൂബെറി പായസം ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അരി പായസം വെക്കുമ്പോഴും, ഈ അരിയുടെ പായസം വെക്കുമ്പോഴും പോലും ഈ ബ്ലൂബെറി സോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പായസം ആക്കിയെടുക്കാൻ പറ്റും, ബ്ലൂബെറി പായസം ആക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു പായസത്തിൻ്റെ മിക്സാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തിളപ്പിച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും വെളിയിൽ നിന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് പഞ്ചസാരയുണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്, നട്ട്സ് ആൻഡ് റേസിൻസ് ഉണ്ട്, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നിന്നൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പം അത് നന്നായിട്ട് ഒന്ന് കുറുവി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇളക്കി 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 ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് കുറുവി വന്നിട്ടുണ്ട്. ഇനി നെയ്യൊക്കെ വന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടമാണല്ലോ. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരു 4-5 സ്പൂൺ നെയ്യ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പം ഇവിടെ ഞങ്ങൾ വലിയവർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കാണ്, നല്ല മണം കേട്ടോ. ആ മിക്സ് ഒരു നല്ല ഒരു അതിനകത്ത് നല്ല ഏലക്കായുടെയൊക്കെ പൊടിയും ആ പഞ്ചസാരയൊക്കെ പാലിനകത്തോട്ടൊക്കെ കലക്കുമ്പോൾ ഒരു ഭയങ്കര മണമല്ലേ, ഒരു നല്ല മണമല്ലേ. ഇപ്പോഴേ ആ മണം അടിച്ചു തുടങ്ങി. അപ്പം നന്നായിട്ട് അതൊന്ന് കുറുവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കുറുവി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത പണിക്ക് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബ്ലൂബെറി ഫ്രൂട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വതക്കിയെടുക്കണം. അല്പം ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ബ്ലൂബെറിക്ക് ഒന്നുകൂടെ ഒരു കളറ് കിട്ടുകയും ആ ഒരു നല്ല ടെക്സ്ചർ കിട്ടുകയും ചെയ്യുന്നത്. അപ്പം അല്പം മതി, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഈ ഫ്രൂട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളത് ഇളക്കി അതൊരു നല്ല സോസ് ആക്കി എടുക്കുക. കരിഞ്ഞൊന്നും പോരുത്, തീ വളരെ കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പായസത്തിലോട്ടെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പായസത്തിലോട്ടെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അയ്യോ, ഈ സോസിൻ്റെ മണം ഒരു നല്ല മണമാണ് കേട്ടോ. അത് ഇപ്പോഴേ ആ സോസ് തന്നെത്താനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കളർ, ആ ഒരു പർപ്പിൾ കളർ ഉണ്ടാകുന്നത്. നല്ലൊരു കളറാണത്. ഇത് കണ്ടില്ലേ, നല്ല കളറിൽ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യണം. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിസ്സായി പോയതാണേ. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. നമുക്കിപ്പം നട്ട്സും ഒന്നും വറുത്തിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കിപ്പോൾ ഇതിനകത്ത് തന്നെ, ആ മിക്സിനകത്ത് തന്നെ അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതൊന്നും വറുത്തിട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് വറുത്തിടണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അതും കൂടെ ഒന്ന് വറുത്തിട്ടോളണേ.
അപ്പം ഇതെല്ലാം കുറുവി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കുറുവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞു. പായസത്തിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. നമ്മളിനി അത് സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവുകയാണ്. എന്തൊരു മണം കേട്ടോ, ഭയങ്കര ഒരു നല്ല ഒരു മണം. ഈ പായസം മൊത്തം കൂടെ എടുത്ത് വായിലോട്ട് കമത്താൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു മണമാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ, കാരണം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറിലെ ഒരു പായസം, നല്ല പേർപ്പിൾ കളറിലുള്ള ഒരു പായസം. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ബ്ലൂബെറിയുടെ അവൈലബിലിറ്റിയാണ്. അത് എപ്പോഴും നമ്മൾ കടകളിൽ കിട്ടാറില്ല. അത് കിട്ടുന്ന സമയത്ത് നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.